ഒരു 10 MLA കിട്ടിയ പിന്നെ യേശുദാസിനെ കുറിച്ച് പറയാം. അയാൾ മാപ്പിളയല്ലേ, അയാൾ ക്രിസ്ത്യാനിയല്ലേ, അയാൾ എന്തിനാ ശബരിമലയിൽ പാടിക്കുന്നത്? ഈ നാറികൾ പറയില്ലേ? ക്രിസ്ത്യൻ ഭക്തിഗാനം മനഃപൂർവ്വം പാടണമെന്ന് കരുതി തയ്യാറായിട്ട് ഞാൻ വന്നത്. മൂഞ്ചിക്കോ മൂഞ്ചിക്കോ മൂഞ്ചിക്കോ. അവരങ്ങനെ തയ്യാറായിട്ട് വന്നിട്ട് അവർ പാടിയിട്ട് ഈ മൂഞ്ചിക്കോ. നിങ്ങൾ ആരാണ് അമ്പലത്തിന്റെ കാര്യം? ഞാനൊരു ഹിന്ദുവാണ്, നല്ല ഹിന്ദുമത വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ തലയ്ക്കകത്തത് വല്ല ഭ്രാന്തമായിട്ടുള്ള മതമൊന്നും. ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക് അല്ലേ, ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് അവരാ പാട്ട് പാടി 3-4 ദിവസം പാട്ടും പാടി അവരവരുടെ റെമ്യൂണറേഷൻ അത്രയും അതും വാങ്ങിച്ചു. കേൾക്കാനിരുന്നവർക്ക് സന്തോഷമായി. അവരിവരുടെ ഒപ്പം ഇരുന്ന് പാടി. കമ്മിറ്റിക്കാരും സന്തോഷമായി. ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ഇവർക്ക് 14 സ്ഥലങ്ങളിലേക്ക് ബുക്കിംഗ് കിട്ടി. ഇത്രയും ഇവർക്ക് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. അപ്പം സമയം കൊടുത്തതും കൂടെ 2027 ആണ്ടിലൊക്കെ അതിൻ്റെ ഗ്യാപ്പ് വലുതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ടുള്ളൂ. അവർ എല്ലാവർക്കും സന്തോഷമായി. തൊട്ടടുത്ത പള്ളിക്കാർക്ക് സന്തോഷമായി. അവർ പേര് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിനകത്ത് ഇത് കണ്ടുപോകാൻ ആൾക്കാർ വരും. എന്തെങ്കിലും കാരണവശാൽ അമ്പലത്തിനകത്ത് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവരുടെ പള്ളിക്കകത്തുള്ള സ്റ്റേജ് നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ കാര്യം അതിന് വിഷമമുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ വാടകയും തന്നേക്കും. വാടക എടുത്തു ഇപ്പം അതിന് ആർക്കും കുഴപ്പമുണ്ടല്ലോ. അത്രമാത്രം പള്ളിക്കാർ പറഞ്ഞു. അത് അവരുടെ മര്യാദ. അവിടെ അവർക്ക് ഇവർക്ക് ചെന്നുകൊണ്ട് ഇവർക്ക് റെസ്റ്റ് റൂം അനുവദിച്ചു കൊടുത്തു. ഇവരെ വാഹനം ഇടാനുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്തു. അതിൻ്റെ പേരിൽ ഇവരൊക്കെ അനുവാദത്തോട് കൂടിയിട്ട് 100 വർഷം മുമ്പ് എഴുതപ്പെട്ട നല്ലൊരു പടയേശ്വാസയും പാടിയിട്ടുള്ളതാണ്. ആ പാട്ട് വരുന്ന പാടി. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല, ശരികളെ ചെയ്തിട്ടുള്ളൂ. മാർക്കോസൊക്കെ എത്ര അമ്പലങ്ങളിൽ പോയിട്ട് മാർക്കോസ് അദ്ദേഹം പ്രശസ്തമായിട്ടൊരു പാട്ടുണ്ടായിരുന്നു. വളരെ പ്രശസ്തം, കേൾക്കാൻ വളരെ മനോഹര. ആ പാട്ട് എല്ലാവരും അദ്ദേഹം ചെന്ന് ആദ്യം പറയും അത് പാടാനാ പറയുക. അത് അദ്ദേഹം പാടാറുമുണ്ട്. ആരും അദ്ദേഹത്തിന് കുതിര പിടിക്കാൻ പോയിട്ടില്ല. യേശുദാസ് സാക്ഷാൽ ശബരിമലയിലെ നടയിൽ വന്നിട്ട് യേശുദാസ് ആരാ? ക്രിസ്ത്യാനിയാണ്. ഞാനങ്ങനെ പറയുന്നത് ഞാൻ യേശുദാസിനോട് മാപ്പ് പറയണ്ട. അദ്ദേഹത്തെ ക്രിസ്ത്യാനി എന്ന് ഹിന്ദു എന്ന് വിലയിരുത്തുന്നതിന് അർത്ഥമില്ല. അദ്ദേഹം ഒരു ഗാനഗന്ധർവൻ മാത്രമാണ്. ജാതിയുടെ പേരിൽ ഒതുക്കുന്നത് ശരിയല്ല. എങ്കിൽ പോലും ചില സത്യങ്ങളാണല്ലോ. ആ ശബരിമലയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ഉള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ കൂടെ തന്നെയാണ് ഹരിവരാസനം പാടുന്നത്. ഇവർക്ക് നാളെ ഒരു 10 MLA കിട്ടിയ പിന്നെ യേശുദാസിനെ കുറിച്ച് പറയാം. അയാൾ മാപ്പിളയല്ലേ, അയാൾ ക്രിസ്ത്യാനിയല്ലേ, അയാൾ എന്തിനാ ശബരിമലയിൽ പാടിക്കുന്നത്? ഈ നാറികൾ പറയില്ലേ? വാസ്തവത്തിൽ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ മന്ദബുദ്ധികളാണെന്നാണോ നിങ്ങളുടെ വിചാരം? ക്രിസ്ത്യൻ ഭക്തിഗാനം മനഃപൂർവ്വം പാടണമെന്ന് കരുതി തയ്യാറായിട്ട് ഞാൻ വന്നത്. മൂഞ്ചിക്കോ മൂഞ്ചിക്കോ മൂഞ്ചിക്കോ. അവരങ്ങനെ തയ്യാറായിട്ട് വന്നിട്ട് അവർ പാടിയിട്ട് ഈ മൂഞ്ചിക്കോ. നിങ്ങൾ ആരാണ് അമ്പലത്തിന്റെ കാര്യം അന്വേഷിക്കാൻ? ഏതായാലും വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭജന പരിപാടിക്ക് ഇടയിൽ നന്ദഗോപൻസ് ഭജൻസ് ക്രിസ്ത്യൻ ഇത് ആലോചിച്ച് മനഃപൂർവ്വം വന്നാണ്. എന്താ അറിയോ? ഹിന്ദുമതത്തെ തകർക്കാൻ, ആർഷഭാരത സംസ്കാരത്തെ തകർക്കാൻ. തകരട്ടടോ. തുമ്മിയാത്തരയ്ക്കുന്ന മൂക്കെന്തിനാ? നന്ദഗോപൻസ് ഭജൻസ് അവർ വന്നിട്ട് ഒരു അമ്പലത്തിൽ അവരുടെ അനുമതിയോട് കൂടിയിട്ട് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ സാധനധർമ്മം, ഇവർക്ക് സനാതനധർമ്മം എന്ന് അറിയാൻ പറ്റില്ല, സാധനധർമ്മം തകരട്ടടോ. ഇതേ സമയത്ത് തന്നെയാണ് ഞാനിപ്പം ഈ ഭജഗോവിന്ദം എന്നുള്ള ഒരു സംഭവം അവരൊരു ക്രിസ്തീയ ഗാനം പാടിയെന്നും പറഞ്ഞ് അമ്പലത്തിൽ വെച്ച് പാടിയെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും, ഞാനൊരു ഹിന്ദുവാണ്, നല്ല ഹിന്ദുമത വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ തലയ്ക്കകത്തത് വല്ല ഭ്രാന്തമായിട്ടുള്ള മതമൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ആ കൃഷ്ണനോ അല്ലെങ്കിൽ ഭഗവതിയോ ആരാണെങ്കിലും ശരി അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടൊന്നുമില്ലല്ലോ. ശരി, ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണ്ടായിരുന്നു സംഘാടകർ അങ്ങനെ പാടില്ല, ഇവിടെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ടൊരു ആ ഒരു ഹരത്തിൽ ഇതങ്ങ് പാടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ മേക്കെട്ട് കയറും. നിങ്ങളൊക്കെ എന്നാ നേരെയാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇവിടെ ഈ കുത്തിത്തിരിപ്പുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യൻ?
എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്കാർ വർഗീയരാണ്. ഞാൻ ബി ജെ പിക്കാരനാടോ. ഞാനാണ് ഈ തുറന്നു പറയുന്നത്. ഇതാർക്കുമല്ല, ഇത് നിങ്ങളുടെ അകത്തുള്ള വിഷം, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ അകത്തുള്ള വിഷവും ഇതുപോലുള്ള ഒഫീഷ്യൽസിനകത്തുള്ള വിഷമാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അതെന്ന് തീരുന്നോ അന്ന് ഈ നാട് നേരെയാവും. ഇത്രയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് വല്ലാതെ ഓവർ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ വായിൽ നിന്ന് ചിലതൊക്കെ വീണ് കഴിഞ്ഞാൽ അത് മോശമാണ്. ഇങ്ങനൊരു സ്ഥലത്ത് വന്നത് പറയാൻ പാടില്ല. തിരുനാമ കീർത്തനം പാടുവതല്ലെങ്കിൽ ഈ നാവെനിക്കെന്തിനു നാഥ. ഇതൊരു ക്രിസ്ത്യൻ ഗാനമാണ്. ആദ്യം എടുത്ത് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ആരുണ്ടാക്കിയതാണ്? പാച്ചനും ചങ്കരനും വല്ലതും ആണോ? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക്, അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയാൽ, ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടിയിൽ, കേരളത്തിൽ ഓടുന്ന വണ്ടികളും ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളൊക്കെ കണ്ടുപിടിച്ചത് അങ്ങ് ജർമ്മനിയിലും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും തന്നെയാണല്ലോ. ക്രിസ്ത്യാനികളുടെ തലയാണല്ലോ ഈ വണ്ടി. നമുക്ക് ഉണ്ടായിരുന്നു കാളവണ്ടി, അല്ലേ? അപ്പം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വർഗീയത പറയുമ്പോൾ അവരുടെ സാധനങ്ങളും കൂടെ ഉപയോഗിക്കുകയാണെന്ന് മറന്നു പോരും. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വണ്ടിയിൽ കയറി ആശുപത്രിയിൽ ചെന്ന് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നീഡിലെടുത്ത് മൂട്ടിൽ ഇഞ്ചക്ഷനും വെച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ തരുന്ന മരുന്നും കഴിച്ച്, ഈ പനി വന്നാൽ പോലും കഴിക്കുന്ന പാരസിറ്റാമോള് ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ വർഗീയ ചാണക പ്രസ്ഥാനങ്ങൾ വല്ലതുമാണോ ഉണ്ടാക്കിയത്? അതും ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കുറ്റം പറയുമ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിക്കണം. നമ്മളിടുന്ന ഷഡ്ഡി പോലും അവരുടെ ഡിസൈനാണ്. അടിച്ചു നോക്കണം. നമുക്ക് പണ്ടുണ്ടായിരുന്നത് കോണകമാണ്. കോണകം ഇട്ടിട്ടല്ലല്ലോ ഈ വർഗീയ വിദ്വാൻമാരൊക്കെ ഈ പ്രസംഗിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഗുരുവായൂർ എടുക്കൂ, ശബരിമല എടുക്കൂ. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഉണർത്താനും ഉറക്കാനും ഊട്ടാനും എല്ലാം ഉപയോഗിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ അദ്ദേഹം സനാതനധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാര്യം ഈ വർഗീയവാദികൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഉചിതമായ ഇടം ഈ കേരളമല്ല. ഇവിടെ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ ആത്മീയതയുടെ അങ്കനവാടി കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഈ കൃമികൾ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും സ്പിരിച്വാലിറ്റിയുടെ PhDയും പോസ്റ്റ് ഡോക്കും ഒക്കെ കഴിഞ്ഞ് ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആത്മീയത എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആചാരങ്ങളിൽ തന്നെ എടുക്കൂ. നിങ്ങൾ ആചാര സംരക്ഷകരെന്ന് പറയുന്നു. നിങ്ങൾ എന്ത് ആചാരമാണ് ഇവിടെ സംരക്ഷിക്കുന്നത്? നിങ്ങൾ ആചാരങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. ദേവന് കൊടുക്കുന്ന കാര്യങ്ങൾ, ദേവന് കൊടുക്കുന്ന വസ്തുക്കൾ മനുഷ്യൻ കഴിക്കേണ്ടതാണ്. അത്രയും ശുദ്ധമായിരിക്കണം. ഇന്ന് ദേവന് കൊടുക്കുന്ന കത്തിക്കുന്ന വിളക്കെണ്ണ എത്രമാത്രം പൊല്യൂട്ടഡ് ആണ്. അത് ഇവിടുത്തെ വണ്ടികളിൽ നിന്നും റീപ്ലേസ് ചെയ്യുന്ന ഓയിൽ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ കർപ്പൂരം കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പല വസ്തുക്കളും അവിടെ സമർപ്പിക്കുന്നത്. ഇനി ഈ ആത്മീയത എന്താണെന്ന് ഈ ഊളകൾക്ക് എന്തെങ്കിലും അറിയോ? ഈ ഒരു കലയെ പോലും വിമർശിക്കുന്നു. കല ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കലയിൽ വർഗീയത കാണുന്നവരെ കണ്ടാൽ കുളിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കല എന്ന് പറയുന്നത് നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഇത് ആത്മീയതയുടെ ഒരു വരദാനമാണത്. സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നറിയോ? ഈ സപ്തസ്വരങ്ങൾ, സപ്തചക്രങ്ങൾ, സപ്ത ഋഷികൾ, ഇതിനെപ്പറ്റി വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിക്കണമെങ്കിൽ ഋഷിവര്യന്മാരുടെ ഓറ സയൻസിനെ പറ്റി അറിയണം. എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ ശബ്ദങ്ങൾ ഒരു വേവായിട്ട് പോയിട്ട് ഒരു പവറായിട്ട് ഫോം ചെയ്യും. അതിൽ മെറ്റൽസിൻ്റെ അംശമുണ്ട്. ആൻഡ് നമ്മുടെ ഈ സൗണ്ട് വൈബ്രേഷന് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ജർമ്മനിയിലുള്ള ഒരു ഫിസിക്സ് പ്രൊഫസർ ഇതിനെപ്പറ്റി വ്യക്തമാക്കി ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളുടെ ഈ സൗണ്ട് വൈബ്രേഷൻ, ഈ ഫ്രീക്വൻസി, ഈ എനർജി ലെവലാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫാക്ടർ. നമ്മുടെ ഓറിക് ബോഡീസിനെ കൺട്രോൾ ചെയ്യുകയും നമ്മളുടെ സ്പിരിച്വൽ ലെവലിലേക്ക് മോൾഡ് ചെയ്യാൻ ഈ സൗണ്ടിന് പറ്റും. പ്രത്യേകിച്ച് പാട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ അത് സ്വാധീനിക്കും. നമ്മുടെ ഓറയെ വലിയ രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ നമ്മളിൽ നിന്നും അകറ്റാൻ പോലും സൗണ്ടിന് പറ്റും. നമ്മുടെ ലൈഫ് അടക്കം ഒരു വോയിസാണ്. അതിനെ നോയ്സ് ആക്കണമോ മ്യൂസിക്കൽ ആക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം.
നമ്മളാകുന്ന ലൈഫിൻ്റെ വോയിസിനെ ഇതുപോലുള്ള വർഗീയവാദികൾ അതിനെ നോയ്സ് ആക്കുകയാണ്. അതേസമയം കലാകാർ, ആത്മീയപരമായിട്ടുള്ളവർ അതിനെ മ്യൂസിക്കലാക്കുകയാണ്. ഒരു മിടിയിട്ടൊരു പെണ്ണ് പോയി കഴിഞ്ഞാൽ അവളെ ഉടനെ വ്യഭിചാരിണിയാക്കുകയാണ്. ഒരു ബൈക്ക് ഓട്ടിച്ചൊരു പെണ്ണ് പോയി കഴിഞ്ഞാൽ ഉടനെ അവൾ ഒരുമ്പെട്ടവളാക്കുകയാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളിൽ ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇനി അടുത്തത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ, അന്നുകൊണ്ട് ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഭൂമി, രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് വർഗീയതയുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമല്ല, നിങ്ങളുടെ മനസ്സ് വളരെ നാരോ മൈൻഡഡ് ആണ്. വിശാലമായ മനസ്സിലേക്ക് എത്തൂ. അവിടെയാണ് ആത്മീയതയുടെ അനുഭൂതി അറിയാൻ പറ്റുക.